കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള സൗദി എയർലൈൻസ് സർവീസ് പുനരാരംഭിച്ചു. റിയാദിൽ നിന്ന് ഇന്ന് പുലർച്ചെ പുറപ്പെട്ട വിമാനം രാവിലെ 8:03 കരിപ്പൂരിലെത്തി. 2020 കരിപ്പൂർ വിമാന അപകടത്തെ തുടർന്ന് നിർത്തലാക്കിയ സർവീസാണ് വീണ്ടും തുടങ്ങിയത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് കരിപ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി. ഗോകുൽ, ഗുഡ് മോർണിംഗ് അഗൈൻ. ഗോകുൽ, ഇതൊരു നല്ല വാർത്തയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ ഒരു സർവീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നെടുമ്പാശ്ശേരിയിൽ വരേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ആശ്വാസകരമായ വാർത്തയാണല്ലേ? തീർച്ചയായും മലബാറിലെ യാത്രക്കാരെ സംബന്ധിച്ച്, പ്രവാസികളെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. നമുക്കറിയാം 2020 കരിപ്പൂർ വിമാനാപകടത്തെ തുടർന്നാണ് വലിയ വിമാനങ്ങൾക്ക് സർവീസ് നിർത്തിവെക്കുകയും അങ്ങനെ സൗദി എയർലൈൻസിന്റെ സർവീസ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതാണ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ റിയാദിൽ നിന്ന് കോഴിക്കോട് കരിപ്പൂരേക്കുള്ള സർവീസാണ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 1:20 റിയാദിൽ നിന്ന് വിമാനം പുറപ്പെട്ട് 8:03 കൂടി ഇവിടെ എത്തിയത്. 1:20 പുറപ്പെട്ട് 8:35 എത്തുന്ന രീതിയിലായിരുന്നു ക്രമീകരിച്ചിരിക്കുന്നത്. തിരികെ 9:45 കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ട് 12:50 കൂടി റിയാദിലെത്തുന്ന രീതിയിലാണ് അടുത്ത സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ 4 ദിവസമായിരിക്കും സർവീസ് ഉണ്ടാവുക. ശനി, ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലായിരിക്കും. മാർച്ച് 14 വരെ ആ രീതിയിലായിരിക്കും. പിന്നീട് മാർച്ച് 14 മുതൽ മാർച്ച് 28 വരെ ആഴ്ചയിൽ 6 ദിവസം എന്ന രീതിയിലും സർവീസ് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബുധൻ ഒഴികെയുള്ള എല്ലാ ദിവസവും മാർച്ച് 14 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ സർവീസ് നടത്തുമെന്നാണ് അറിയുന്നത്. ഉംറ തീർത്ഥാടകരെയൊക്കെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. നേരത്തെ ഈ അത്യാധുനിക എയർബസ് ആയിട്ടുള്ള നിയോ A321 വിമാനങ്ങളായിരിക്കും ഈ സർവീസ് ഉപയോഗിക്കുക എന്നാണ് അറിയുന്നത്. മാർച്ച് 28 ശേഷം കൂടുതൽ സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി സ്മിത. ഓക്കെ, കരിപ്പൂർ വിമാനാപകടത്തെ തുടർന്ന് നിർത്തിവെച്ച സർവീസാണ് വീണ്ടും അത് പുനരാരംഭിക്കുന്നത്. എന്തായാലും അപകടം നമുക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒരു അപകടമല്ല അത്. എത്ര വർഷമായാലും എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ആ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു പോകേണ്ട ഒരു വലിയ ദുരന്തമായിരുന്നു. അത് ഒരു മഹാരക്ഷാദൗത്യം. ആ സമയത്തെ കോവിഡ് ഭീഷണി, മഴ ഒക്കെ അവഗണിച്ചു. അതുമാത്രമല്ല, വിമാനം ഏത് സമയം പൊട്ടിത്തെറിക്കാം എന്ന ഭീഷണിയൊക്കെ അവഗണിച്ച് അങ്ങോട്ടേക്ക് പ്രാണൻ പോലും പണയം വെച്ചുകൊണ്ട് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഒരുപാട് പേരെ, ഒരുപക്ഷെ ഒരു അത്രയും വലിയ വിമാനാപകടത്തിൽ അത്രയും അധികം ആളുകൾ രക്ഷപ്പെടുന്ന ഒരു ഇൻസിഡന്റ് ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന കാര്യം സംശയമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വലിയ രക്ഷാദൗത്യം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം മരിച്ചവരുടെ ബന്ധുക്കൾ, പരിക്കേറ്റവരൊക്കെ ചേർന്ന് ഒരു ആശുപത്രി നിർമ്മിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ കുറേ അധികം സങ്കടകരവും അല്ലെങ്കിൽ അതിജീവനത്തിൻ്റെ ഒക്കെ വലിയ ഓർമ്മകൾ പേറുന്ന ഒരു ദുരന്തം കൂടിയാണ് കരിപ്പൂർ വിമാനാപകടം. അതിനെ തുടർന്നതാ വീണ്ടും ആ വിമാനം അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഗൂഗിൾ കെ വേണുഗോപാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.